വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമേ ഞാനൊരു കാര്യം പറയാം. ഇതെൻ്റെ റിയൽ സ്റ്റോറിയുടെ ഒരു ഭാഗമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിലേക്ക് എന്തെങ്കിലും വാക്കുകളോ സന്ദർഭങ്ങളോ നിങ്ങൾക്ക് വൾഗറായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. കാരണം റിയൽ സ്റ്റോറി ആയതുകൊണ്ട് എനിക്കത് പറഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. ഇനി വീഡിയോയിലേക്ക് പോകാം. ഹലോ, ഹായ് ഡേയ്സ്, സിന്ദൂരം വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കടയിൽ അല്ലെങ്കിൽ എൻ്റെ ഷോപ്പിൽ വന്ന 1-2 കസ്റ്റമർ പറയുന്ന ഒരു കാര്യത്തിൻ്റെ ഒരു ഉത്തരമാണ് ഞാൻ പറയുന്നത്. അപ്പം എന്താണ് പറഞ്ഞതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. പറഞ്ഞത് ഇതാണ്: വീടുകളിലൊന്നും മോനെ കാണാറില്ല, മോളെ മാത്രമേ കാണാറുള്ളൂ. മോളോട് മാത്രമാണോ സ്നേഹം? എന്ത് മോൻ നിന്റെ അല്ലേ എന്ന് തമാശയ്ക്ക് വേണ്ടിയെങ്കിലും ചോദിച്ചിട്ടുണ്ട് എന്നോട്. അപ്പോൾ സത്യതയല്ല, ഒരുവിധം ഉള്ള അത്രയും റിലേറ്റഡ് ആയിട്ട് എന്നെ ഒപ്പം നിൽക്കുന്ന കുറച്ച് കസ്റ്റമേഴ്സിൻ്റെ കൂടെയും കുറച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഞാൻ ഈ സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തൊരു കുറച്ച് ഇത് പറയാം. എനിക്ക് അത്രയും ചില കസ്റ്റമേഴ്സിന് നമുക്ക് ഡീപ്പായിട്ടൊരു റിലേഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നേക്കാൾ എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പേര് ചോദിച്ചതിൻ്റെ ഒരു മറുപടിയാണ്. അതിൽ എല്ലാവരോടും ഞാൻ ഇതിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ 1-2 പേര് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ ഇടാം, എല്ലാവരോടും എനിക്കിതിങ്ങനെ പറയാൻ പറ്റത്തില്ല, ഞാൻ വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആർക്കും മക്കളോട് 2 പേരുണ്ടെങ്കിലും 3 പേരുണ്ടെങ്കിലും എത്ര മക്കളുണ്ടെങ്കിലും എല്ലാ മക്കളോടും ഒരേ സ്നേഹമായിരിക്കും. 2012 നമ്മുടെ കല്യാണം. 2013 എനിക്ക് മോൻ ജനിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരാൾ മതി എന്നുള്ള അതായിരുന്നു നമുക്ക്. എനിക്ക് മോൻ്റെ ഡെലിവറി സമയത്തൊക്കെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര പാടുമായിരുന്നു ഡെലിവറിയൊക്കെ. അപ്പോഴത്തേക്ക് ആ ഒരു വേദനയും ഒരു പ്രശ്നമൊക്കെ ഉള്ളത് കൊണ്ടും പിന്നെ നമുക്ക് ഒരാളോട് മാത്രം, അതായത് സ്നേഹം പങ്കുവെക്കേണ്ട എന്നുള്ളത് ഒരു തീരുമാനത്തിന് ഞാൻ ചേട്ടൻ നമുക്ക് ഒരാൾ മതി എന്നുള്ളതായിരുന്നു. പക്ഷേ ഡെലിവറി കഴിഞ്ഞ ഉടനെ എനിക്ക് 28 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മെൻസസ് ആവുകയും, അപ്പോൾ അത് നമ്മൾ കൊച്ചിന് അമ്മയും കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കുമല്ലോ. അപ്പോൾ നമുക്ക് അവരുടെ ഡെലിവറി സംബന്ധമായ കാര്യങ്ങളൊക്കെ അവർ ചോദിക്കും. അപ്പോൾ എനിക്ക് കറക്റ്റ് 28-ന് തന്നെ എനിക്ക് മെൻസസ് ആയി. ഹസ്ബൻഡ് കൂടെ ഉണ്ടാകുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഹസ്ബൻഡ് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കോപ്പർട്ടി ഇടണം. കാരണം നേരത്തെ മെൻസസ് ഒക്കെ ആവുന്നവർക്ക് ഹസ്ബൻഡ് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കോപ്പർട്ടി ഇടുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. പക്ഷേ ഞാനന്ന് അത് ചെയ്യാതെ പിന്നെ മോന് 2-3 മാസമായി, 2, 3, 4 അങ്ങനെ 9 മാസം ആയപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും പ്രഗ്നൻ്റ് ആയി. ആ സമയത്ത് എനിക്ക് നല്ല പേടിയായി. കാരണം മോൻ്റെ ഡെലിവറി തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഡെലിവറി ആയിരുന്നു. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് എനിക്ക് പെട്ടെന്ന് എങ്ങനെയും അബോർഷൻ ചെയ്യണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ എനിക്ക് അബോർഷൻ ചെയ്യാനുള്ള ഗുളിക തന്നു. കറക്റ്റ് അവർ പറഞ്ഞത് 7 ദിവസത്തിനകം അബോർഷൻ ആവുമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് 5-6 ദിവസമായിട്ടൊന്നും എനിക്ക് അബോർഷൻ ആയില്ല. പക്ഷേ 7-ന് എനിക്ക് അബോർഷനായി. അങ്ങനെ ഞാൻ അവിടുന്ന് നേരെ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് വന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് കോപ്പർട്ടി ഇടണമെന്ന്. അങ്ങനെ അവരെനിക്ക് കോപ്പർട്ടി ഇട്ട് തന്നു. പിന്നെ 3 വർഷത്തേക്കാണ് അവരെനിക്ക് കോപ്പർട്ടി ഇട്ട് തന്നത്. പക്ഷേ ഞാനത് 5 വർഷത്തിന് മേലെ ഞാൻ ആ കോപ്പർട്ടി ഉപയോഗിച്ചിരുന്നു. കാരണം പിന്നെ ഒരു കുട്ടി വേണ്ട എന്നുള്ളത് തീരുമാനത്തിലായിരുന്നു നമ്മൾ. അങ്ങനെ 5 വർഷം കഴിഞ്ഞു. മോൻ 5 വയസ്സ് ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞു. പിന്നെ 2 വർഷം ഒന്ന് പോയി. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ നിർത്തി വെച്ച ഡാൻസ് ക്ലാസ് വീണ്ടും തുടങ്ങി. ഡാൻസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഞാൻ നടത്തുന്നതല്ല, ഞാൻ പോയി പഠിക്കാമെന്ന് വിചാരിച്ച ഡാൻസ് ക്ലാസ്സിന് വീണ്ടും പോയി. അങ്ങനെ അതൊക്കെ നടന്നുകൊണ്ടിരുന്ന് കോവിഡ് സമയമൊക്കെ ആയി. അപ്പോഴത്തന്നെ ഇവൻ പറഞ്ഞു തുടങ്ങി എല്ലാ വീട്ടിലും കളിക്കാൻ ആളുണ്ട്, എനിക്ക് മാത്രം കളിക്കാൻ ആരുമില്ല അങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷെ അന്ന് അവർ പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് നീ മാത്രമേ ഉള്ളൂ, നമുക്കിനി വേറെ ഭാവിയൊന്നും വരില്ല എന്നൊക്കെ നമ്മുടെ മോനെ അങ്ങനെ കെയർ ചെയ്ത് പറഞ്ഞ് അവനെ മനസ്സിലാക്കിച്ചു. പക്ഷെ എങ്കിൽ പോലും അവൻ പറഞ്ഞു എല്ലാവർക്കും ഭാവിയുണ്ട്, എനിക്ക് മാത്രം ഭാവിയില്ല എന്നൊക്കെ അവൻ പറയുമായിരുന്നു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് പിന്നെ ആൾ മതി എന്നുള്ളതിൽ തന്നെ അങ്ങ് ഉറച്ചു നിൽക്കുകയായിരുന്നു അന്നേരം. അപ്പോൾ അതുകൊണ്ട് അവനോട് ഇതെല്ലാം നമ്മൾ പറഞ്ഞ് ഓക്കെ ആക്കി വെച്ചേക്കായിരുന്നു. ഈ കോപ്പർട്ടി എടുത്ത ശേഷം 2 വർഷം പിന്നെ എന്തായാലും ഡാൻസ് ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങ് പോയി. അപ്പോഴും കോവിഡ് വന്നു. അപ്പോഴും പിന്നെ ഫുൾ ലോക്ക്ഡൗൺ ആയി, ആർക്കും പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ അവന് കളിക്കാൻ 2 പിള്ളേരുള്ള വീട്ടിലൊക്കെ അവർ തമ്മിൽ പരസ്പരം കളി അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ അവർക്ക് അങ്ങനെ നേരം പോകും. പക്ഷേ ഈ ലോക്ക്ഡൗൺ സമയത്ത് കംപ്ലീറ്റ് നമ്മളാണ് മോൻ്റെ കൂടെ, ഞാൻ ചേട്ടനും കൂടെ നിന്നിട്ടാണ് മോനെ കളിപ്പിക്കുന്നത്. അവനോട് പാമ്പ് മറ്റേ ഏണിയും പാമ്പ് കളിക്കുമല്ലോ, അത് ചെസ് കളിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ, ചേട്ടനാണ് അത് കളിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോലീസ്, രാജാവ്, കള്ളൻ ഇതെല്ലാം നമ്മൾ തന്നെ 4 പേരെങ്കിലും വേണമല്ലോ ഇത് കളിക്കാൻ. അപ്പോൾ പിന്നെ നമ്മൾ തന്നെ കയ്യിലെടുത്ത് വെച്ചിട്ട് അങ്ങനെയൊക്കെ കളിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ കോവിഡൊക്കെ മാറി. എല്ലാവരും ഇപ്പം നമുക്കൊക്കെ പാർലറൊക്കെ അടച്ചിട്ട് നമ്മളിരിക്കുകയല്ലായിരുന്നു. പക്ഷെ പാർലറൊക്കെ തുറക്കാന്നുള്ള ഇതൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ജോലിക്കും പോയി തുടങ്ങി.
അപ്പോൾ അതിനിടയിൽ കല്യാണങ്ങളൊക്കെ നമ്മൾ കൂടുന്നെങ്കിലും ലളിതമായിട്ട് ആള് കുറച്ച് കല്യാണങ്ങളൊക്കെ കൂടിക്കൊണ്ട് നടക്കുന്ന സമയമായിരുന്നു. അപ്പോഴത്തേക്കാണ് ഒരു ദിവസം എനിക്ക് മെൻസസിന്റെ ഡേറ്റ് വ്യത്യാസം വന്നത്. എനിക്ക് സാധാരണ നേരത്തെയാണ് മെൻസസ് ആവുന്നത്. അപ്പോൾ അതിൽ തന്നെ 1-2 ദിവസം വ്യത്യാസം വന്നപ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു കാർഡ് ചേട്ടനോട് വാങ്ങിക്കാൻ പറഞ്ഞു. ഇങ്ങനെ കാർഡ് ഇട്ട് നോക്കിയപ്പം പോസിറ്റീവ് ആയിരുന്നു. പക്ഷെ ഞാൻ ഈ കോവിഡ് സമയത്ത് ഇങ്ങനെ മോൻ ഒറ്റപ്പെട്ട ആ ഒരു കാര്യമൊക്കെ ചിന്തിച്ചിട്ടും പിന്നെ എന്തുകൊണ്ടല്ലോ അവൻ്റെ ഒരു ആഗ്രഹമല്ലേ എന്ന് തോന്നിയിട്ട് പിന്നെ ഞാൻ അവനോട് തന്നെ പറഞ്ഞു, നിനക്ക് വാവായിരുന്നു എന്ന് ഞാൻ അവനോട് തന്നെ പറഞ്ഞു. പിന്നെ അപ്പം അവന് ഭയങ്കര സന്തോഷമായിരുന്നു. സ്കാൻ 1.5 മാസത്തിലെ സ്കാൻ. അപ്പോൾ അതിന് ഞാൻ പോകുന്നത് എൻ്റെ ഒരു കസ്റ്റമർ ചേച്ചി വർക്ക് ചെയ്യുന്നു. ചേച്ചി നഴ്സാണ്. അപ്പോൾ ചേച്ചി വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് എന്നോട് പോകാമെന്ന് പറഞ്ഞു. അപ്പം നോക്കിയപ്പോൾ എനിക്ക് അടുത്താണ്, മോനെ നോക്കാൻ പറ്റും, എനിക്ക് ഷോപ്പിൽ വരാൻ പറ്റും. അപ്പോൾ തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റൽ തന്നെയായിരുന്നു അത്. അപ്പോൾ ആ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി ചേച്ചി തന്നെയാണ് പിന്നെ അവിടെ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ അവിടെ പോയി. 1.5 മാസത്തിലെ സ്കാനിങ് ചേച്ചി പറഞ്ഞ ഡോക്ടറെയൊക്കെ ഞാൻ കണ്ടു. 1.5 മാസത്തെ സ്കാനിങ്ങും ഒക്കെ കഴിഞ്ഞ് പിന്നെ അപ്പോൾ ഗുളിയൊക്കെ കഴിച്ച് ഞാൻ ഷോപ്പിൽ പോകുന്നുണ്ട്. എനിക്ക് വേറെ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ 3-ാം മാസത്തിലെ സ്കാനിങ് വന്നു. ND സ്കാനിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ തൊട്ടാണ് എൻ്റെ ജീവിതത്തിലെ ഒരു വല്ലാത്തൊരു സമയം തുടങ്ങുന്നത് അവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ഫയല് മൊത്തം എൻ്റെ മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതായത് 1-2 ഹോസ്പിറ്റലിൽ എനിക്ക് പോകേണ്ടി വന്നിട്ടുണ്ട് ഡെലിവറി സമയത്ത്. അപ്പോൾ അതിൻ്റെ റിസൾട്ടുകളാണ് ഈ ഫയലിൽ ഇരിക്കുന്നത്. ഒരു ND സ്കാനിങ് ഞാൻ എടുത്ത അത് ആ ഹോസ്പിറ്റലിൽ തന്നെയാണ്. ഞാൻ ആദ്യം പോയ ആ ഹോസ്പിറ്റലിൽ തന്നെയാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഒന്നെടുത്ത് നോക്കാം. കുറേ ഇതുള്ളത് കൊണ്ടേ അപ്പോൾ ഞാനെല്ലാം ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അത് എന്നാ ചോദിക്കും, ഇത് കഴിഞ്ഞ കാര്യങ്ങളിൽ സൂക്ഷിച്ച് വെക്കണോ എന്ന് ചോദിക്കും. പക്ഷെ നമ്മൾ കൊച്ചുങ്ങൾക്കുള്ള ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോകുമ്പോഴത്തേക്ക് ഒന്നും അല്ലെങ്കിൽ നമ്മൾ ഈ ആശുപത്രിയിലൊക്കെ പോകുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ടെസ്റ്റ് വല്ലതും ചെയ്തിട്ടുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ടെസ്റ്റ് റിപ്പോർട്ട് ഞാൻ കളയാതെ വെച്ചിരുന്നത്. അതായത് ആ 3.5 മാസത്തിലെ സ്കാനിങ് റിപ്പോർട്ട് തന്നെ ഒരു തളർത്തിയ ഒരു സ്കാനിങ് റിപ്പോർട്ടാണിത്. അപ്പോൾ ഇത് ഞാൻ ചെയ്യാൻ വേണ്ടി അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാനും അമ്മയും പിന്നെ ഞാൻ സ്ഥിരം പോകുന്ന ഒരു ഓട്ടോ, ചേട്ടൻ്റെ ഓട്ടോ വിളിച്ചിട്ടാണ് പോയത്. അപ്പോൾ ചെന്ന് ND സ്കാനിങ് ആണ്, 3-ാം മാസം സ്കാനിങ് ആണ് ചെയ്യണമെന്നൊക്കെ എന്നോട് പറഞ്ഞു. ഇപ്പം ഞാൻ ഡോക്ടർ അന്ന് കണ്ടില്ല. ഡോക്ടർ ഒന്ന് സ്കാൻ എടുത്തിട്ട് വന്നാൽ മതി. എനിക്ക് 1.5 മാസത്തിലെ സ്കാൻ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പിന്നെ കൺസൾട്ടിങ് ചെന്നപ്പോഴത്തേക്ക് എഴുതി തരികയാണ് ഇതാ. അങ്ങനെ ഞാൻ ഈ സ്കാനിങ്ങിന് വേണ്ടി ഇരുന്നപ്പോഴത്തേക്ക് നമുക്ക് വെള്ളം കുടിച്ചിട്ട് നമ്മൾ നന്നായിട്ട് വയറിൽ വെള്ളം നിൽക്കുമ്പോഴാണല്ലോ സ്കാൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വെള്ളമെല്ലാം കൂടെ കുടിച്ചിട്ട് എന്നെ വിളിക്കണതും ഇല്ല. എനിക്കൊന്ന് യൂറിൻ പാസ് ചെയ്തോളാനും വയ്യ. അപ്പം നമ്മൾ അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് ഞാൻ ചോദിച്ചു, എന്നെ ഒത്തിരി സ്കാൻ ചെയ്യാൻ വിളിക്കുമെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എനിക്ക് സമയമായില്ല, കുറച്ച് നേരം കൂടി ഇരിക്കുന്നു പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ എനിക്ക് യൂറിൻ പാസ് ചെയ്താലേ പറ്റുള്ളൂ എന്ന്. അങ്ങനെ ഞാൻ പോയി യൂറിൻ പാസ് ചെയ്തിട്ട് ഞാൻ വീണ്ടും വന്ന് വെള്ളം കുടിച്ചു. എന്നിട്ട് അപ്പോൾ ഭയങ്കര തിരക്കുണ്ടായിരുന്നെന്ന്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഏകദേശം നന്നായിട്ട് യൂറിൻ നിറഞ്ഞ ശേഷം ഞാൻ പോയി സ്കാൻ ചെയ്തിട്ട് എല്ലാവരും റിപ്പോർട്ട് കൊടുത്തിട്ട് എൻ്റെ റിപ്പോർട്ട് മാത്രം അവർ തരുന്നില്ല. അങ്ങനെ കുറേ നേരമൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടന് പണിയുണ്ട്. അപ്പോൾ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് എന്തായി, ഞാൻ പറഞ്ഞു എനിക്ക് റിസൾട്ട് ഒന്നും തന്നില്ല, എന്നോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഈ സ്കാൻ ചെയ്തിട്ടപ്പോൾ എന്നോട് അവർ 1-2 കാര്യങ്ങൾ ചോദിച്ചു. ഒന്ന്, മൂത്ത കുട്ടി എങ്ങനെയാണ് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പെട്ടെന്ന് നോർമലായിട്ട് പറയും, മൂത്ത കുട്ടി ആള് 2-ാം ക്ലാസ്സിലാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം എന്നോട് ചോദിച്ച് പിന്നെ ബുദ്ധിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാന്ന് ചോദിച്ചു. അപ്പോഴും സത്യം പറഞ്ഞാൽ എനിക്ക് അന്നേരം എനിക്ക് എന്തൊക്കെയാണ് എൻ്റെ കണ്ണിലൊക്കെ അങ്ങ് ഇരുട്ട് കയറുന്നതൊക്കെ തോന്നി. നമ്മളൊരിക്കലും അങ്ങനെ ഒരു ചോദ്യം നമ്മളോട് ഒരു അമ്മമാരോട് അങ്ങനെ ഒരു ചോദ്യം നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക്, അതായത് നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു ചോദ്യം കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു വിഷമം അത് ഭയങ്കര വലുതാണ്. അപ്പം എനിക്കങ്ങ് ക്ഷീണമാണ്, ആ തളർച്ചയാണ്, എൻ്റെ കണ്ണിലൊക്കെ ഇരുട്ട് കയറുന്നതൊക്കെ ആയിട്ടൊക്കെ തോന്നി. അപ്പം ഞാൻ അന്നേരം ഇല്ല അങ്ങനെയൊന്നും ഇല്ല, ആളൊക്കെയാണ്, കുഴപ്പമൊന്നുമില്ല എന്നപ്പോൾ എന്നോട് അവർ ചോദിച്ചു ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടാ എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ എനിക്കങ്ങ് സംശയമായി. അന്നേരം തന്നെ എൻ്റെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു. ഇപ്പം പറയുന്ന കണക്കാണ്, അന്നേരം തന്നെ എൻ്റെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു. എനിക്ക് എന്ത് പറയണമെന്നുള്ള ഇത്. അപ്പോൾ എനിക്കൊരു റിപ്പോർട്ടും ഒന്നും തന്നില്ല. അങ്ങനെ അവർ പറഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ അങ്ങോട്ട് മാറിയിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് റിസൾട്ട് തന്നിട്ട് പറഞ്ഞ് മാഡത്തെ കണ്ടിട്ടേ പോകാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അപ്പോൾ തന്നെ ഞാൻ ആ ചേച്ചിയെ വിളിച്ചു. ആ ചേച്ചി നല്ല സ്നേഹമാണ്. എനിക്കിപ്പോഴും ചേച്ചി എൻ്റെ മോളെ നല്ലത് എന്നെ ഒന്നും വിളിച്ചിട്ടില്ല. എനിക്ക് എപ്പോഴും എൻ്റെ നല്ലൊരു കസ്റ്റമറുമാണ്, അതിലുപരി എനിക്ക് എൻ്റെ ചേച്ചി പോലെയാണ്. അപ്പം ആ ചേച്ചി എന്നെ വിളിച്ചിട്ട് ചേച്ചി എന്ത് മോളേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചേച്ചി ഇവരെന്തൊക്കെ എൻ്റെ കൂടെ ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആ ചേച്ചി അപ്പോൾ തന്നെ ചേച്ചി ലേബർ റൂമിലായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ ഡ്യൂട്ടി സമയത്ത് ഞാൻ വിളിച്ചപ്പോൾ തന്നെ ചേച്ചി ഇറങ്ങി വന്നു. അങ്ങനെ ചേച്ചി എന്നോട് പറഞ്ഞു വാ ഡോക്ടറെ കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു.
അങ്ങനെ ഞാനും ചേച്ചിയും കൂടെ ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടറെ അടുത്ത് ഇപ്പോൾ ഡോക്ടർ എന്നോട് കുറേ കാര്യം ചോദിച്ചു. ഇങ്ങനെയൊക്കെ ഡോക്ടർ റൂമിലല്ലായിരുന്നു, അന്നേരം ലേബർ റൂമിലായിരുന്നു ഡോക്ടർ. ഞാൻ അങ്ങോട്ടാണ് പോയത്. ലേബർ റൂമിലുണ്ട് വന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ടെസ്റ്റ് എല്ലാം ഇങ്ങനെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് എൻ്റെ കൂടെ പറഞ്ഞ്, എടാ ഇത് ബുദ്ധിക്ക് പ്രശ്നമുള്ള കുട്ടിയാണെന്നാണ്. ഇത് ട്രൈസോമി 21 എന്ന് പറയുമ്പോഴത്തേക്ക് കുട്ടിയുടെ ബുദ്ധിക്ക് പ്രശ്നമുണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് അങ്ങനെ ഒരു കുട്ടിയെ വേണോ? എത്ര പ്രായമല്ലേ ആയുള്ളൂ, ഇതിനെ നമുക്കങ്ങ് ആഘോഷം ചെയ്താലും പെട്ടെന്ന് തന്നെ അടുത്ത് ആയിക്കോളും, വേറെ ട്രീറ്റ്മെൻ്റ് ഒന്നും എടുത്ത് കിട്ടിയതല്ലല്ലോ എന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു. അന്നേരം സത്യം പറഞ്ഞാൽ എനിക്ക് കുട്ടിയെ അബോർഷൻ ചെയ്യുന്നതിലല്ലായിരുന്നു, ഞാൻ എൻ്റെ മോനോട് എന്ത് പറയുന്നായിരുന്നു. എനിക്ക് പെട്ടെന്ന് അങ്ങനെ, കാരണം ഞാൻ അവനോട് അവന് ഭയങ്കര സന്തോഷമായിരുന്നു. അവന് എന്ത് സാധനം കൊടുത്താലും അമ്മ തിന്നപ്പോഴേ വാവയ്ക്ക് കിട്ടുള്ളൂ അങ്ങനെയൊക്കെ പറയുമായിരുന്നു. അപ്പം ആ ഒരു വാക്ക് പെട്ടെന്ന് എനിക്ക് എന്തിനാണോന്ന് അറിയാൻ ഏതൊരവസ്ഥയില്ല. അപ്പോൾ ചേട്ടൻ വിളിച്ചിട്ട് എൻ്റെ ചേച്ചി എന്ത് ഡോക്ടർ എന്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടർ ഇങ്ങനെ അബോർഷൻ ചെയ്തൂടെ എന്നാണ് ചോദിക്കുന്നതെന്ന് പറഞ്ഞു. ഡോക്ടർ എന്നോട് കാര്യമായിട്ട് പറഞ്ഞു, നമ്മൾ വയ്യാത്തൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അത് നേരത്തെ അറിഞ്ഞിട്ട് നമ്മളതിനെ അബോർഷൻ ചെയ്യുന്നതല്ലേ നല്ലത്. നാളൊരു സമയത്ത് അത് ശരിയാണ്, നാളൊരു സമയത്ത് നമുക്ക് പിന്നെ അതിന് നമ്മളെ കാലം കഴിഞ്ഞ് അങ്ങനെയുള്ളൊരു കുട്ടിയെ കാര്യം നോക്കുമെന്നൊക്കെ ഞാനും അങ്ങ് ചിന്തിച്ചു പോയി. അന്നേരം അങ്ങനെ എൻ്റെ ബി പി ഒക്കെ നോക്കിയപ്പോൾ എനിക്ക് ബി പി ഒക്കെ ഹൈ ആയിരുന്നു. എനിക്ക് ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു അന്നേരം. അങ്ങനെ ഞാൻ കരഞ്ഞിട്ട് ഇങ്ങനെ ഓട്ടോയിൽ എടുത്തോട്ട് വന്നപ്പോഴത്തേക്ക് അപ്പം എന്നോട് ഞാനത് ആ ചേച്ചിയോട് ഞാൻ ചോദിച്ചു, ചേച്ചി ഞാൻ എന്തോ ചേച്ചി എന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞ്, മോളൊരു കാര്യം ചെയ്യ്, മോൾക്ക് വേറെ എവിടെയെങ്കിലും സ്കാൻ ചെയ്യണമെന്ന് തോന്നണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് സ്കാൻ ചെയ്യ് എന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞത്, ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേറൊരു ടെസ്റ്റ് വരും, അതിൽ നമുക്ക് എന്തുണ്ടെങ്കിലും അറിയാം. അങ്ങനെ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതങ്ങ് അബോർഷൻ ചെയ്യാം, കാരണം അടുത്ത ടെസ്റ്റ് വരട്ടെ. ഇപ്പം അങ്ങനെ വില്ലിങ് അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ടെസ്റ്റും കൂടെ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഉള്ളത് ഡോക്ടർ പറഞ്ഞത് കാരിയോ ടൈപ്പിംഗ് ആണ്. അത് നമ്മൾ യൂട്രസിൽ നിന്ന് നേരിട്ട് കുത്തിയെടുത്ത് ടെസ്റ്റിനയക്കും. അപ്പോൾ അതിൽ നമുക്ക് എന്തായാലും ആ ക്രോമസോമിൻ്റെ എണ്ണം അറിയാം. അപ്പോൾ അത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് അതിൽ അറിയാൻ പറ്റും. ബുദ്ധിക്ക് പ്രശ്നമുള്ളതാണെങ്കിൽ അങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ അത് 10-15 രൂപ ആവും. അപ്പോൾ നമുക്ക് അങ്ങനെ വേണ്ട, അടുത്ത ടെസ്റ്റ് നോക്കട്ടെ, അത് പോസിറ്റീവ്, ഇതേപോലെ അത് പോസിറ്റീവ് ആണ്, പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം, ഇവിടെ തന്നെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ മാഡം എന്നോട് പറഞ്ഞു. പക്ഷെ ഞാൻ ഓട്ടോയിൽ കയറിയിട്ട് ഞാൻ സത്യത്തിൽ ഒരാൾ മതിയെന്ന് വിചാരിച്ച ആളാണ്. പക്ഷെ ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് സഹിക്കാൻ വയ്യാതെ ഇപ്പം ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ്, നീ എന്തിന് കരയുന്ന, ദൈവം വിധിച്ചിട്ടുള്ള കൊച്ചാണെങ്കിൽ വരും എന്നുള്ളത്. പക്ഷെ നമ്മൾ ആദ്യമേ ഒരാൾ മതിയെന്നൊക്കെ അങ്ങ് പ്ലാൻ ചെയ്തിരുന്നിട്ട് ഒരാൾ വന്ന് മൂത്ത കുട്ടിയുടെ സന്തോഷമൊക്കെ കണ്ടിട്ട് പിന്നെ എനിക്ക് അവനോട് എന്ത് പറയും എന്നുള്ളതായിരുന്നു. ഞാൻ അബോർഷൻ ചെയ്യുന്നതിനെ പറ്റിയല്ല ചിന്തിച്ചത്, കുട്ടി നഷ്ടപ്പെടുന്നതിനെ പറ്റിയല്ല ചിന്തിച്ചത്, ഞാൻ മോനോട് എന്ത് പറയും എന്നുള്ളതായിരുന്നു എനിക്ക്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് നേരെ ഷോപ്പിൽ തന്നെ പോയി. ഞാൻ അമ്മയോട് വീട്ടിൽ ആ ആട്ടോയിലങ്ങ് വീട്ടിൽ പോക്കണം പറയും, ഞാൻ നേരെ ഷോപ്പിൽ തന്നെ പോയിരുന്നു. എന്നിട്ട് ഞാൻ ഷോപ്പിലിരുന്ന ചേച്ചിയോട് ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, എന്താണെന്ന് അറിഞ്ഞുകൂടാ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഈ റിസൾട്ട് എൻ്റെ ഒരു കസ്റ്റമർ ഡോക്ടറുണ്ട്, ചേച്ചി ഹോമിയോ ഡോക്ടറാണ്. ചേച്ചി പറഞ്ഞ കണക്ക് എൻ്റെ കസ്റ്റമേഴ്സിനോട് ഞാൻ എപ്പോഴും ഭയങ്കരമായിട്ട് അടുപ്പം വെക്കുന്ന ഒരാളാണ്. അപ്പോൾ ചേച്ചിയോട് എനിക്ക് എന്തുണ്ടെങ്കിലും എനിക്ക് പറയാം. അപ്പം ഞാൻ പെട്ടെന്ന് ഞാനിത് ഒന്ന് ഫോട്ടോ എടുത്ത് ചേച്ചിക്ക് അയച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ചേച്ചി ഇതൊന്ന് നോക്ക് ചേച്ചി, ഇങ്ങനെ ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ അബോർഷൻ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി എന്നെ പെട്ടെന്ന് തന്നെ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ നീ ഒന്നും ചെയ്യണ്ട, നീ കറക്റ്റ് തിരുവനന്തപുരത്ത് SIT പോവും, നമുക്ക് അവിടെ കാണില്ല, അവിടെ നിന്ന് അവരെന്ത് പറയുന്നു നോക്ക്, എന്നിട്ട് മാത്രമേ നീ എന്തെങ്കിലും ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം SIT പോയ സമയത്ത് കോവിഡ് കഴിഞ്ഞ സമയമല്ലേ, അപ്പോൾ അതുകൊണ്ട് അവർ വേറൊരു ഹോസ്പിറ്റലിൽ നിന്ന് റെഫർ ചെയ്തത് ചെന്നതിൻ്റെ റിസൾട്ട് ഉണ്ടെങ്കിലേ നമുക്ക് അവിടെ OP കാണിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ പക്ഷെ ഇവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്തു. പിന്നെ എനിക്ക് അപ്പം അവിടെ നിന്നുകൊണ്ട് വിളിച്ചപ്പോഴത്തേക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ്, അവിടെ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും രീതിക്ക് ഇവിടെ കയറാൻ പറ്റുന്നു. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ചേട്ടൻ്റെ റിലേറ്റീവിനെ വിളിച്ചപ്പോഴത്തേക്ക് അവരൊരു ബന്ധു അവിടെ ഉള്ളതുകൊണ്ട് അങ്ങനെ കയറി ഞാനൊരു ചൊവ്വാഴ്ച OP കണ്ടായിരുന്നു, അവിടെ കയറി കാണിച്ചു. അപ്പം വയറുവേദന, അപ്പം പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് സഡനായിട്ട് കാണിക്കുമ്പോൾ എന്തെങ്കിലും കാരണം പറയും. ഇപ്പം ഞാൻ പെട്ടെന്ന് വയറുവേദന എന്നാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ അവർ നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് ഇങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് കുഴപ്പമില്ല, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് എന്നെ ആ ഡോക്ടർ നോക്കി കൺസൾട്ട് ചെയ്തിട്ട്
പിന്നെ വേറെ കുറേ ടെസ്റ്റുകളൊക്കെ തന്ന് വേറെ എന്തൊക്കെ ചെയ്യാനൊക്കെ വേണ്ടി തന്ന് ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങൾ TT അങ്ങനെയൊക്കെ എടുത്ത് പിന്നെ പിറ്റേ ചൊവ്വാഴ്ച ഞാൻ അവിടെ പോയി. അപ്പോഴത്തേക്ക് തന്നെ എനിക്ക് ഏകദേശം നമുക്ക് 3-ാം മാസത്തിലാണല്ലോ ഈ സ്കാൻ ചെയ്യുന്നത്. അപ്പം തന്നെ എനിക്ക് 3.5 മാസമൊക്കെ അങ്ങ് ആയി. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.